ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷനോട് ഇങ്ങനെ വിഷ്ണു സംസാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഹർഷൻ പറയുന്നുണ്ട്, ഞാനൊരു ആക്സിഡൻറ്റ് കേസുമായി വന്നതാണ്, അവരാരാണെന്ന് എനിക്കറിയില്ല, ആരാണ് എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തായാലും താങ്കളുടെ നന്മ പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു നന്മയുള്ള സ്ത്രീ ആളായതുകൊണ്ടാണല്ലോ അവർക്ക് നിങ്ങളെപ്പോലെയുള്ള ഒരാൾ എത്തിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴാണ് കമൽ അവിടെ കിടന്നിങ്ങനെ ചൂടാവുന്ന ആ ഒരു സീന് കാണുന്നത്. അത് കാണുന്നതിനോട് കൂടി വിഷ്ണു അങ്ങോട്ടേക്ക് ഓടിച്ചില്ല, എന്തിനാ ചൂടാവുന്നത്, അപ്പോൾ അവർ ലാബിലെ റിസൾട്ട് ഇന്ന് വരില്ല നാളെ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ എൻ്റെ പെങ്ങൾ അവിടെ കിടക്കല്ല, അവൾക്ക് പരിശോധന സമയത്തിന് ട്രീറ്റ്മെൻറ്റ് കിട്ടണ്ടേ, ഇന്ന് ഡോക്ടർ വന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവും, ലാബ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കമലിനെ വിളിച്ചും കൊണ്ട് വിഷ്ണു പോകാനായിട്ട്, ഏട്ടാ നീ എന്താടാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ സമയത്തിന് എത്തിക്കൊള്ളും, ഡോക്ടർമാരല്ലേ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നതുകൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ കമലിനെ വിളിച്ച് വിഷ്ണു പുറത്തോട്ട് പോവാണ്. ഇതേ സമയം ഹർഷനാണെങ്കിലോ തൻ്റെ ഫോൺ എടുത്തിട്ട് ശാലിനിക്ക് ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാലിനി ഇങ്ങനെ കിടക്കുന്നിടത്ത് തൊട്ടടുത്താണ് ശാലിനിയുടെ ഫോൺ കിടക്കുന്നത്, സൈലൻ്റ് ആക്കിയിട്ടുണ്ടാവും സിസ്റ്റർമാരെ. അങ്ങനെ ഈ അടിച്ചതിന് മുകളിലൂടെ ഇങ്ങനെ ഫോൺ അടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഹർഷനാണെങ്കിൽ ആ മേഡം എന്തായിരിക്കും എന്നോട് പറയാൻ കാത്തിരുന്നത്, അപ്പോഴാണല്ലോ ഈ ആക്സിഡൻറ്റ് കേസ് ഉണ്ടായത്. ആ മേഡം എന്തായിരിക്കും കാർത്തികയെക്കുറിച്ചായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഹർഷൻ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹർഷൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഒത്തിരി നേരമായി, ഒരുപാട് നേരമായിട്ടും എൻ്റെ അമ്മ വരുന്നത് കാണുന്നില്ലല്ലോ, ഇരുട്ടായി തുടങ്ങി, എൻ്റെ അമ്മയെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ സത്യ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ സത്യ തൻ്റെ ഫോണിൽ നിന്ന് തൻ്റെ അമ്മക്ക് ഒത്തിരി നേരം വിളിച്ച് നോക്കുക, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. വിളിച്ചതിന് മുകളിലൂടെ തുടരെ വിളിക്കുകയാണ്. അപ്പോൾ ഈ സമയം പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഈ പറയുന്ന സിസ്റ്ററാണ് ഫോൺ എടുക്കുന്നത്. ഹലോ, ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ എവിടെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അമ്മയല്ല, ഇതൊരു ഹോസ്പിറ്റലാണ്, ഞാനൊരു സിസ്റ്ററാണെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, മോളെ നിൻ്റെ അമ്മ ഇന്ന് കുറച്ച് മുന്നേ ഒരു ആക്സിഡൻറ്റുമായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുക. എൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻറ്റോ, ഏത് ഹോസ്പിറ്റലിൽ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ഹോസ്പിറ്റലിൽ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന കുഞ്ഞ് പൊട്ടിക്കരയാണ്. എന്നാൽ ശാരദാമ്മയും ഗോപാലിനും ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞ് എൻ്റെ അമ്മയെ കാണാൻ ഞാൻ ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കരയുന്ന സമയത്ത് കുഞ്ഞിനൊരു ഓർമ്മ വരികയാണ്, പപ്പിക്ക് വിളിക്കാമെന്നുള്ള ആ ഓർമ്മ വരാനായിട്ട്. അങ്ങനെ പപ്പിയാണെങ്കിലോ ഷാമയോട് പറയാണ്, ഇനി അമ്മയെ എന്താ ചെയ്യുക ചേച്ചി, അമ്മയെ നമ്മുടെ വിഷ്ണു അച്ഛൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ. സത്യാമ്മ ആണെങ്കിൽ വാശിയിലാണ്, കാർത്തികേൻ്റെ വൃത്തികെട്ടവളാണ്, അവളെപ്പോലെ ഒരുത്തിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന എന്നെയും അമ്മയെ ഒരുപാടിട്ട് പീഡിപ്പിക്കും, അവർ വേണ്ട അമ്മയെ വിഷ്ണുവച്ഛൻ്റെ ജീവിതത്തിലായിട്ട്, വിഷ്ണുവച്ഛൻ വളരെ സങ്കടത്തിലാണെന്നൊക്കെ ഇങ്ങനെ ഷാമയോട് പറയുമ്പോൾ ഷാമ പറയണ, മോളെ ഞാൻ എന്ത് ചെയ്യാനാണ്, എന്തെല്ലാം വഴികൾ ഈ അമ്മ നോക്കി, പക്ഷെ അതൊക്കെ അടയുകയല്ലേ, നിൻ്റെ ചേച്ചിയമ്മയെയും വിഷ്ണുവച്ഛനെയും ഒരുമിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോഴാണ് പപ്പിയുടെ ഷാമയുടെ ഫോൺ അടിക്കുന്നത്. അങ്ങനെ ഷാമ, ഹലോ എന്താ സത്യമോളെ എന്ന് ചോദിക്കുമ്പോൾ സത്യ കരഞ്ഞുകൊണ്ട്, എൻ്റെ അമ്മക്ക് സുഖമില്ല, എൻ്റെ അമ്മക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു. എന്താ മോളെ നീ പറയുന്നത്, അതെ എൻ്റെ അമ്മക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു, ഇത് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ കുഞ്ഞ് പറയണേ, ഞാൻ എൻ്റെ അമ്മ ഒത്തിരി നേരമായിട്ടും വരുന്നത് കാണാത്തത് കൊണ്ടൊന്ന് വിളിച്ചു നോക്കിയതാ, പക്ഷേ എൻ്റെ അമ്മ ഹോസ്പിറ്റലാണെന്ന് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, ഇന്ന ഹോസ്പിറ്റലാണ്, ഇവിടെയാണെങ്കിൽ ശാരദാമ്മയും ഗോപാലയും അച്ഛനും മുത്തശ്ശനും ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞ് പറയണേ. അപ്പോൾ തന്നെ മോള് സങ്കടപ്പെടണ, ഞാൻ ആ വഴി വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണ്ട കേട്ടോ. പിന്നീടാണെങ്കിൽ ഹർഷനെയാണ് കാണിക്കുന്നത്. ഹർഷൻ വീണ്ടും ഈ ഫോൺ കോളിലോട്ട് ഇങ്ങനെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ. വിഷ്ണുവും കമലനും അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതേ സമയം ഹർഷൻ വീണ്ടും ഇങ്ങനെ വിളിക്കുകയാണ് ശാലിനിക്ക്. അപ്പോൾ തുടരെ ഫോൺ ക്കുന്നുണ്ട്, പക്ഷേ ഈ മാഡത്തിനെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, അപ്പോഴേക്കും ഈ ആക്സിഡൻറ്റ് കേസ് വന്നല്ലോ, ഇവർക്ക് ആരാണുള്ളത് എന്നൊന്നും അറിയില്ലല്ലോ, മാഡത്തിന് ബോധം വന്നാൽ എനിക്ക് പോവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹർഷനെ ഇരിക്കുന്ന സമയത്താണ് ഷാമയും ഈ പറയുന്ന പപ്പിയും സത്യയും കൂടി കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരാരാണെന്നുള്ളത് പോലും അറിയില്ല. സത്യയും പപ്പിയാണെങ്കിൽ ഹർഷനെ ശ്രദ്ധിക്കുന്നില്ല, സത്യ ഫോട്ടോ കണ്ടതാണല്ലോ, പക്ഷേ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ ഒരു അവരങ്ങ് പോവുകയും ചെയ്ത് അവർ ശാലിനിയുടെ അടുത്തോട്ട് ചെല്ലാണ്. അങ്ങനെ കുഞ്ഞ് ചെന്നിട്ട് ശാലിനിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. അമ്മയെ കണ്ണ് തുറക്കുക, അമ്മയുടെ മോളിത വന്നിരിക്കുന്നു, സത്യത വന്നിരിക്കുന്നു, അമ്മയ്ക്ക് എന്താ പറ്റിയത്, അമ്മ എന്താ ഉണ്ടായത്, അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ സത്യ ചോദിക്കുമ്പോൾ പപ്പി പറയണേ, പപ്പിയും വന്നിട്ടുണ്ട് എന്ന് പറയണേ. അപ്പോൾ ഷാബ പറയുന്നുണ്ട്, കുഞ്ഞേച്ചി കണ്ണ് തുറക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോൾ സിസ്റ്റർ പറയണേ, ബുദ്ധിമുട്ടിക്കണ്ട, അവരുടെ ബോധം വരുമ്പോൾ അവരോട്
സംസാരിച്ചാൽ മതി, അവരെ ഒന്നൊന്നര വീഴ്ചയാണ് വീണിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്ത് നിൽക്കൂ, പേഷ്യൻറ്റിനെ കണ്ടില്ലേ, ഇനി പുറത്ത് നിൽക്കൂ എന്ന് പറയട്ടോ. ഇതേ സമയം അവരിങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് അർഷനോട് പറയുന്നുണ്ട്, അതെ അവരുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ വന്നിട്ടുണ്ട്, അതെ വന്നിട്ടുണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം എന്ന് പറയട്ടോ. ഇതേ സമയം താങ്ക് യു സിസ്റ്റർ, നിങ്ങൾ ഈ കാര്യം പറഞ്ഞത്, എനിക്ക് എന്തായാലും അർജൻറ്റായി എത്തേണ്ട സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറയണ്ട. അങ്ങനെ അർഷൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് തൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയം പപ്പിയും സത്യയും കൂടിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ മാറി നിൽക്കണം കേട്ടോ. ക്ഷമയാണെങ്കിൽ ഈ ഡോറിന് അരികിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പപ്പി പറയണേ, എൻ്റെ വിഷ്ണുവച്ചൻ്റെ കല്യാണം എങ്ങനെ മുടക്കാൻ കഴിയും സത്യ, എൻ്റെ ചേച്ചിയമ്മ വരണം, നിൻ്റെ അമ്മക്കാണെങ്കിലും ഇപ്പോൾ സുഖമില്ല, നിൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് സത്യയുടെ കണ്ണിൽ ഈ അർഷനെ കാണുന്നത് കേട്ടോ. അർഷനെ കാണുന്ന സത്യ പിന്നീട് പപ്പിയോട് പറയണം, പപ്പി അങ്ങോട്ട് നോക്കുക എന്ന് പറയട്ടെ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതാ കാർത്തിക ആൻറ്റിയുടെ അർഷൻ, അവരാണ് അയാളാണ് കാർത്തിക ആൻറ്റിയെ സ്നേഹിക്കുന്നത്, എൻ്റെ അമ്മയുടെ ഫോണിൽ ഞാൻ കണ്ട ഫോട്ടോ ആണെന്ന് കുഞ്ഞ് പറയാനായിട്ടാ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി എങ്കിൽ നമുക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയോട് ചെന്ന് പറയാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, അയാളെ ഫോളോ ചെയ്ത് പോവാം, അയാൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി ഫോളോ ചെയ്ത് പോകാമെന്ന് പറയട്ടെ. അങ്ങനെ അവർ രണ്ടുപേരും അർഷൻ അറിയാതെ അർഷൻ്റെ കാറിൻ്റെ ഡിക്കിൽ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അർഷനാണെങ്കിൽ യാത്ര തുടരുകയാണ്. ഇതേ സമയം കാർത്തിക പിറ്റേ ദിവസം രാവിലെ ആയി തുടങ്ങിയല്ലോ. കാർത്തിക ഇങ്ങനെ പുതുപെണ്ണായി അമ്പലത്തിലെത്തി തുടങ്ങാണ്. അപ്പോൾ കാർത്തിക നല്ല അണിഞ്ഞൊരുങ്ങി നല്ല അടിപൊളിയായി വരുമ്പോൾ കാർത്തികയുടെ അമ്മയും അച്ഛനും കാർത്തികയുടെ മുന്നിലോട്ട് വരിക കേട്ടോ. എന്നിട്ട് പറയണേ, എടി മോളെ, നീ ഇതുപോലെ ഒരു പുതുപെണ്ണായതാണ്, എന്നിട്ട് അവനുമായുള്ള ജീവിതം നീ വേണ്ടെന്ന് വെച്ച് നീ ഓടി അച്ഛനും അമ്മയും തിരഞ്ഞെടുത്ത ജീവിതമായിരുന്നു നിനക്ക് അവനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, നിന്നെ അവൻ സ്നേഹിക്കില്ല എന്ന തോന്നൽ കൊണ്ട് നീ അവന് വേണ്ടെന്ന് വെച്ച് ഈ അച്ഛനെയും അമ്മയ്ക്കും അപമാനമുണ്ടാക്കി നീ ആ നാട്ടിൽ നിന്ന് ഓടി. എന്നാൽ നീ സ്നേഹിക്കുന്ന പുരുഷനുമൊപ്പമാണ് ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ അച്ഛനതൊരു അഭിമാനമുണ്ടായിരുന്നു. ഇപ്പോൾ അപമാനത്തിനേക്കാൾ വലുത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരാൾക്ക് ഒരു രണ്ടാം കെട്ടുകാരനെ നീ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് എന്തിനാണ് മോളെ? പണവും പ്രതാപവും കണ്ടിട്ടാണോ? എൻ്റെ മോള് ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരിയായിരുന്നില്ലല്ലോ, എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശൈലജയും പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെയുള്ള അപമാനം ഏറ്റുവാങ്ങുന്നത്? ഒരു കുഞ്ഞുള്ള ഒരു ആളുടെ ഭർത്താവിനെയല്ലേ നീ സ്വീകരിക്കാൻ പോകുന്നത്? അയാൾക്കൊരു ഭാര്യയുണ്ടല്ലോ, അയാൾക്കൊരു കുഞ്ഞുണ്ടല്ലോ, എന്തിനാണ് അയാളുടെ ജീവിതം നീ തകർക്കുന്നത്? അയാൾക്ക് ഒട്ടും തന്നെ നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. നീ അങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ ഈ അച്ഛനെ ആ നാട്ടിൽ അപമാനം ഉണ്ടാക്കി നീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പിന്നെ എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കേൾക്കുമ്പോൾ കാർത്തികയുടെ മനസ്സിൽ വലിയൊരു വിലയൊന്നും കൊടുക്കില്ല. കാർത്തികക്കാണെങ്കിലോ വിഷ്ണുവിനെ താലി കെട്ടാം, എല്ലാം നേടാം, താൻ മഹാറാണിയായി ജീവിക്കാം എന്ന ഒരു ഇതോടുകൂടിയാണ് കാർത്തിക മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അവരുടെ കല്യാണ നാളാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാർത്തികയുടെ വിവാഹം മുടങ്ങും, അത് ശാലിനി തന്നെ മുടക്കും. അപ്പോൾ ആ ഒരു സീനെ നമുക്ക് എല്ലാവർക്കും മുന്നിൽ കാത്തിരിക്കാം. അപ്പോൾ കാർത്തികയും വിഷ്ണുവുമായുള്ള കല്യാണത്തിൻ്റെ സ്ഥാനത്ത് ഈ പറയുന്ന ശാലിനിയും വിഷ്ണുവുമായിട്ടുള്ള കല്യാണമാണ്. നല്ല കണക്കിന് സത്യാമ്മയുടെ കയ്യിൽ നിന്ന് വിഷ്ണുവിന് കിട്ടുമ്പോൾ വിഷ്ണു തൻ്റെ അമ്മയുടെ മുഖത്തടിച്ച് മുഖം മാന്തുന്ന ആ സംസാര രീതികളുണ്ട് കേട്ടോ. അമ്മയാണെന്ന് കരുതി പലതും ഞാൻ സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചു. പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ അമ്മ കൈയിട്ട് വാരിയാൽ അത് അമ്മയ്ക്ക് നല്ലതിനല്ല, അമ്മ എന്ന വ്യക്തിയെ ഞാൻ മറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇറങ്ങുന്ന ആ കിട്ടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.